നെഥ്യസ്മാജിക്കിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ മാഞ്ഞാലി ബിരിയാണിയാണ് തയ്യാറാക്കുന്നത്. എറണാകുളം ജില്ലയിലെ മാഞ്ഞാലി എന്ന് പറയുന്ന സ്ഥലത്ത് ഒരു സ്പെഷ്യൽ ബിരിയാണിയാണ്. അപ്പോൾ ഇത് ദം ചെയ്തിട്ടൊന്നുമല്ല നമ്മൾ തയ്യാറാക്കുന്നത്. റൈസും ഗ്രേവിയും സെപ്പറേറ്റ് ആയിട്ടാണ് ഇതിൽ സെർവ് ചെയ്യുന്നത്. അപ്പോൾ വളരെ ഈസി ആയിട്ട് തയ്യാറാക്കാൻ പറ്റിയ നല്ലൊരു ബിരിയാണിയുടെ റെസിപ്പിയാണ്. അപ്പോൾ ഇതെങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് നോക്കാം. ഈ ഒരു ബിരിയാണി തയ്യാറാക്കാനായിട്ട് ഞാനിവിടെ 1 കിലോ ചിക്കനാണ് എടുത്തിരിക്കുന്നത്. അത് ക്ലീൻ ചെയ്ത് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത് നമുക്കൊന്ന് മാരിനേറ്റ് ചെയ്യാം. അതിനായി 1 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 3 ടേബിൾ സ്പൂൺ മുളക് പൊടി, പിന്നെ ഒരു ചെറുനാരങ്ങയുടെ പകുതിയുടെ നീര്, പിന്നെ ആവശ്യത്തിന് ഉപ്പും കൂടി ചേർത്തിട്ട് നമുക്കിത് നന്നായിട്ട് ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ കുറച്ച് ഡ്രൈ ആയിട്ട് തോന്നുന്നുണ്ടെങ്കിൽ 1-2 ടേബിൾ സ്പൂൺ വെള്ളം കൂടി ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഇത് ആവശ്യത്തിന് ഉപ്പും കൂടി ചേർത്ത് നമുക്കിത് നന്നായി ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ ഇതാ നമ്മൾ മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇത് അരമണിക്കൂർ നമുക്ക് റെസ്റ്റ് ചെയ്യാൻ വയ്ക്കാം. ഇനി ഒരു പാനിലേക്ക് നമുക്ക് 2 ടീസ്പൂൺ എണ്ണ ഒഴിച്ചു കൊടുക്കാം. ഇതിലേക്ക് നമ്മൾ മാരിനേറ്റ് ചെയ്ത് വെച്ചിട്ടുള്ള ചിക്കൻ ചേർത്ത് കൊടുക്കാം. നമ്മളിപ്പോൾ ചിക്കൻ മാരിനേറ്റ് ചെയ്ത് വെച്ചിട്ട് അരമണിക്കൂർ കഴിഞ്ഞിട്ടുണ്ട്. ഇനി ആ ചിക്കൻ ഇതിലേക്ക് ഇട്ടിട്ട് 1-2 മിനിറ്റ് നമുക്ക് നന്നായിട്ടൊന്ന് വഴറ്റി കൊടുക്കാം. ആ ചിക്കനിലുള്ള ആ വെള്ളമൊക്കെ ഒന്ന് മാറാൻ നന്നായിട്ടൊന്ന് നമുക്കിതൊന്ന് ഈ എണ്ണയിലിട്ടൊന്ന് വഴറ്റി കൊടുക്കാം. അതിനുശേഷം നമുക്കിതിലേക്ക് വെള്ളം ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഇതിലേക്ക് നമ്മൾ 1 കപ്പ് വെള്ളമാണ് ചേർക്കുന്നത്. ആ വെള്ളം ഇതിലേക്ക് ചേർത്തിട്ട് നമുക്ക് ഇത് നന്നായിട്ടൊന്ന് കുക്ക് ചെയ്തെടുക്കണം. നമ്മളപ്പോൾ മാരിനേറ്റ് ചെയ്ത് വെച്ച ആ പാത്രത്തിലേക്ക് തന്നെ വെള്ളം ഒഴിച്ചിട്ട് ചേർത്ത് കൊടുക്കുകയാണ്. അപ്പോൾ ഇതിനി നമുക്ക് അടച്ച് വെച്ചിട്ട് ഒരു 10 മിനിറ്റ് നമുക്ക് നന്നായിട്ടൊന്ന് കുക്ക് ചെയ്തെടുക്കാം. അപ്പോൾ അതാ 10 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. നമ്മളുടെ ചിക്കനൊക്കെ ഏകദേശം ഒന്ന് കുക്കായി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ചെയ്യാനുള്ളത് ഈ ചിക്കനിലുള്ള ഈ വെള്ളം ഉണ്ടല്ലോ, ആ ഒരു ഗ്രേവി, അത് നമുക്ക് ഇതിൽ നിന്ന് മാറ്റണം. ഒരു സ്പൂണോ തവിയോ വെച്ചിട്ട് നമുക്ക് ആ വെള്ളം ഇതിൽ നിന്ന് മാറ്റി കൊടുക്കാം. അപ്പോൾ ആ വെള്ളം കളയരുത് കേട്ടോ, നമുക്കിത് പിന്നീട് ആവശ്യമുണ്ട്. അപ്പോൾ ഇതിൽ ഫുൾ ആ ഒരു ഗ്രേവി, ആ ഒരു വെള്ളം നമുക്ക് ഇതിൽ നിന്ന് മാറ്റി മറ്റൊരു പാത്രത്തിലേക്ക് ആക്കാം. അപ്പോൾ നമ്മൾ ആ ഗ്രേവി ഫുള്ള് മാറ്റി കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് കുറച്ചുകൂടി എണ്ണ ഒഴിച്ചിട്ട് നന്നായിട്ടൊന്ന് ഫ്രൈ ചെയ്തെടുക്കണം. അപ്പോൾ ഓൾറെഡി ഒരുവിധം കുക്കായ ചിക്കനാണ്, നമുക്കിത് ജസ്റ്റ് ഒന്ന് ഫ്രൈ ചെയ്തെടുത്താൽ മതി. അപ്പോൾ ആവശ്യത്തിനുള്ള എണ്ണ കൂടി ചേർത്തിട്ട് നമുക്കിതൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം. അപ്പോൾ ദാ നമ്മളുടെ ചിക്കനൊക്കെ ദാ ഒന്ന് ഫ്രൈ ആയി വന്നിട്ടുണ്ട്. കണ്ടോ, അതിൻ്റെ കളറൊക്കെ ഒന്ന് ചേഞ്ച് ആയി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് മറ്റൊരു പാത്രത്തിലേക്ക് മാറ്റാം. എന്നിട്ട് നമുക്ക് അതേ പാനിലേക്ക് 2 തണ്ട് കറിവേപ്പില ചേർത്ത് കൊടുക്കാം. ആ കറിവേപ്പില ഒന്ന് മൂത്ത് വരുന്ന ടൈമിൽ നമുക്കിനി ഇതിലേക്ക് ചേർക്കാനുള്ളത് സവാളയാണ്. ഞാനിപ്പോൾ ഇവിടെ 3 സവാളയാണ് എടുത്തിരിക്കുന്നത്. 3 സവാള നീളത്തിൽ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ അതുകൂടി നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ട് ഒന്ന് വഴറ്റിയെടുക്കാം. അതിൻ്റെ കളറൊക്കെ ഒന്ന് ചേഞ്ച് ആയി വരുന്നത് വരെ നമ്മളിത് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കണം. ഇനി സവാള നന്നായിട്ടൊന്ന് വാടി വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് 2 തക്കാളി നീളത്തിൽ അരിഞ്ഞത് ചേർത്ത് കൊടുക്കാം. അതിനോടൊപ്പം തന്നെ നമുക്ക് 1.5 ടേബിൾ സ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ചേർത്ത് കൊടുക്കാം. അപ്പം ഞാനിവിടെ ഇഞ്ചിയും വെളുത്തുള്ളിയും ഒന്ന് ചതച്ചിട്ടാണ് ചേർക്കുന്നത്. അപ്പോൾ അതുകൂടി ചേർത്തിട്ട് നമുക്കിത് നന്നായിട്ടൊന്ന് സോട്ട് ചെയ്തെടുക്കാം. ഇനി ആ ഇഞ്ചിയുടെയും വെളുത്തുള്ളിയുടെ ആ ഒരു പച്ചമണമൊക്കെ മാറി ഈ തക്കാളിയൊക്കെ നന്നായി ഒന്ന് കുക്കായി വരുന്നത് വരെ നമുക്ക് വെയിറ്റ് ചെയ്യാം. അപ്പോൾ ദാ തക്കാളിയൊക്കെ നന്നായി കുക്കായി വന്നിട്ടുണ്ട്. അതുപോലെ തന്നെ ഇഞ്ചിയുടെയും വെളുത്തുള്ളിയുടെ ആ ഒരു പച്ചമണമൊക്കെ മാറി വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് ചേർക്കാനുള്ളത് മല്ലിപ്പൊടിയാണ്. 1 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി ചേർത്ത് കൊടുക്കാം. അപ്പോൾ ലോ ഫ്ലെയിമിലിട്ട് മല്ലിപ്പൊടിയും ചേർത്തതിന് ശേഷം നമുക്കിത് നന്നായിട്ട് ആ പൊടിയുടെ ആ ഒരു പച്ചമണമൊക്കെ മാറുന്നത് വരെ നന്നായി ഒന്ന് സോട്ട് ചെയ്തെടുക്കണം. അപ്പോൾ മല്ലിപ്പൊടിയുടെ ആ ഒരു പച്ചമണം മാറി വരുമ്പോഴേക്കും ഇതിലേക്ക് നമ്മൾ നേരത്തെ മാറ്റി വെച്ച ആ ഒരു വെള്ളം ഉണ്ടല്ലോ, നമ്മൾ ആ ചിക്കൻ കുക്ക് ചെയ്തെടുത്ത ആ വെള്ളം, അതാണ് ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ അതുകൂടി ചേർത്തതിന് ശേഷം നമുക്ക് നന്നായി ഒന്ന് തിളപ്പിച്ചെടുക്കണം. അപ്പോൾ ഈ ഒരു ടൈമിൽ ഇതിൻ്റെ ഉപ്പൊക്കെ നമുക്കൊന്ന് നോക്കാം കേട്ടോ. ഉപ്പ് കുറവുണ്ടെങ്കിൽ നമുക്ക് ചേർത്ത് കൊടുക്കാം. അതുപോലെ തന്നെ എരിവ് കുറവുണ്ടെങ്കിൽ ചേർത്ത് കൊടുക്കാം. പിന്നെ നമുക്ക് അര നാരങ്ങയുടെ നീര് കൂടി ഞാൻ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. നേരത്തെ നമ്മളൊരു 1/2 ലെമൺ ചേർത്തിട്ടുണ്ടായിരുന്നു. ബാക്കി ഹാഫും കൂടി നമ്മൾ ഈ ഒരു ടൈമിൽ ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ എരിവ് ഞാൻ പറഞ്ഞു
ഇത് നന്നായി തിളച്ച് വരുമ്പോഴേക്കും നമുക്കിതിൻ്റെ എരിവും ഉപ്പും ഒക്കെ ഒന്ന് ടെസ്റ്റ് ചെയ്ത് നോക്കാം. നന്നായി തിളച്ച് വന്നിട്ടുണ്ട്. അപ്പോൾ ഇതിന് എരിവ് കുറച്ച് കുറവായിരുന്നു കേട്ടോ, അതുകൊണ്ട് ഞാൻ കുറച്ചുകൂടി മുളക് പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. അധികമൊന്നുമില്ല, ഒരു 1.5 ടേബിൾ സ്പൂൺ കൂടി മുളക് പൊടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഉപ്പ് ആവശ്യത്തിനുണ്ട്, അതുകൊണ്ട് ഞാൻ ഉപ്പ് ചേർക്കുന്നില്ല. അപ്പോൾ നമ്മളുടെ ഗ്രേവി ഇതാ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമ്മൾ നേരത്തെ ഫ്രൈ ചെയ്ത് വെച്ചിട്ടുള്ള ആ ചിക്കൻ കൂടി ചേർത്ത് കൊടുക്കാം. അപ്പോൾ നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു ചിക്കൻ കറിയാണ് കേട്ടോ. ബിരിയാണിയുടെ കൂടെ മാത്രമല്ല, ചപ്പാത്തിയുടെ കൂടെയും അപ്പത്തിൻ്റെ കൂടെയൊക്കെ നല്ലൊരു കോമ്പിനേഷനാണ്. അപ്പോൾ എല്ലാവരും ഇതുപോലെ ഒരു ചിക്കൻ കറി വെച്ച് നോക്കുക, നല്ല ടേസ്റ്റിയാണ്. അപ്പോൾ നന്നായി മിക്സ് ചെയ്തെടുക്കാം. നന്നായി മിക്സ് ചെയ്തെടുത്തതിന് ശേഷം 5 മിനിറ്റ് കൂടി നമുക്കിത് അടച്ചു വെച്ചിട്ടൊന്ന് കുക്ക് ചെയ്യാം. അപ്പോൾ നമ്മളുടെ ചിക്കൻ കറിയൊക്കെ ഇതാ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് ചേർക്കാനുള്ളത് നെയ്യാണ്. 1 ടേബിൾ സ്പൂൺ നെയ്യ് കൂടി നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കാം. പിന്നെ ചേർക്കാനുള്ളത് ഗരം മസാലയാണ്. 1 ടീസ്പൂൺ ഗരം മസാലയും കൂടി ചേർത്തതിന് ശേഷം നമുക്ക് നന്നായി മിക്സ് ചെയ്തെടുക്കാം. അതിന് ശേഷം നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. അപ്പോൾ നമ്മൾ അടിപൊളി ചിക്കൻ കറി, മാഞ്ഞാലി ബിരിയാണിയുടെ സ്പെഷ്യൽ കോമ്പിനേഷനായ ചിക്കൻ കറി റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഇനി നമുക്കത് ഫ്ലെയിം ഓഫ് ചെയ്യാം. ഇനി നമുക്ക് റൈസ് തയ്യാറാക്കാനായി തുടങ്ങാം. അപ്പോൾ റൈസ് തയ്യാറാക്കാനായിട്ട് ഞാനിവിടെ ഒരു പാൻ എടുത്തിട്ടുണ്ട്. ഇതിലേക്ക് 2 ടീസ്പൂൺ നെയ്യ് നമുക്ക് ചേർത്ത് കൊടുക്കാം. പിന്നെ കുറച്ച് ഓയിലും കൂടി ചേർത്ത് കൊടുക്കാം. ഞാനിപ്പോൾ ഇവിടെ സൺഫ്ലവർ ഓയിലാണ് എടുത്തിരിക്കുന്നത്. നമുക്ക് ഏത് വെജിറ്റബിൾ ഓയിൽ വേണമെങ്കിലും യൂസ് ചെയ്യാം. അതല്ല നമുക്ക് ഫുള്ള് നെയ്യ് വേണമെങ്കിൽ അങ്ങനെയും ചെയ്യാം. പിന്നെ എണ്ണയൊന്ന് ചൂടായി വരുമ്പോഴേക്കും നമുക്കിതിലേക്ക് 1 സവാള ചെറുതായിട്ട് കട്ട് ചെയ്തത് ഇട്ട് കൊടുക്കാം. പിന്നെ നമുക്ക് നന്നായി ഫ്രൈ ചെയ്തെടുക്കണം. നമുക്ക് ലാസ്റ്റ് ബിരിയാണിയിൽ ചേർക്കാനാണ്. പിന്നെ നല്ലൊരു ഗോൾഡൻ ബ്രൗൺ കളറായി വരുന്നത് വരെ നമുക്കൊന്ന് ഫ്രൈ ചെയ്തെടുക്കണം. നമ്മളുടെ ഉള്ളിയുടെയൊക്കെ കളർ മാറി വന്നിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് മറ്റൊരു പാത്രത്തിലേക്ക് മാറ്റി കൊടുക്കാം. ഇനി അതേ പാനിലേക്ക് 1 കറുവാപ്പട്ട, 1 തക്കോലം, 1 ഏലക്കായ, 2-3 ഗ്രാമ്പു, അതുപോലെ തന്നെ 1 ടീസ്പൂൺ കുരുമുളക്, 1 ടീസ്പൂൺ പെരുംജീരകം, നമ്മളുടെ സാധാരണ റൈസ് വയ്ക്കുമ്പോൾ, ബിരിയാണി റൈസ് വയ്ക്കുമ്പോൾ ചേർക്കുന്ന ആ ഒരു മസാലക്കൂട്ട് ചേർത്ത് കൊടുക്കാം. പിന്നെ അതൊന്ന് മൂത്ത് വരുമ്പോഴേക്കും ഇതിലേക്ക് നമുക്ക് 5-6 അല്ലി വെളുത്തുള്ളി ചെറുതായിട്ട് കട്ട് ചെയ്തത് കൂടി ഇട്ട് കൊടുക്കാം. അപ്പോൾ വെളുത്തുള്ളിയുടെ ഫ്ലേവർ ഇഷ്ടമല്ലാത്തവർക്ക് ഈ ഒരു സ്റ്റെപ്പ് സ്കിപ്പ് ചെയ്യാം കേട്ടോ. പിന്നെ ഞാൻ ഇതിലേക്ക് 1 ക്യാരറ്റ് ചെറുതായി കട്ട് ചെയ്തത് ചേർക്കുന്നുണ്ട്. പൈനാപ്പിൾ വേണമെന്നുള്ളവർക്ക് അതും ഈ ഒരു ടൈമിൽ ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഇത് നന്നായിട്ടൊന്ന് നമുക്ക് സോട്ട് ചെയ്തെടുക്കാം. ആ ക്യാരറ്റിൻ്റെ ആ ഒരു പച്ച ഇതൊക്കെ ഒന്ന് മാറി വരുന്നത് വരെ ഒന്ന് സോട്ട് ചെയ്തെടുക്കാം 2-3 മിനിറ്റ്. ഇനി ഇതിലേക്ക് നമുക്ക് വെള്ളം ചേർത്ത് കൊടുക്കാം. ഞാനിപ്പോൾ ഇവിടെ 4.5 കപ്പ് വെള്ളമാണ് ചേർത്തിരിക്കുന്നത്. 1 കപ്പ് റൈസിന് 1.5 കപ്പാണ് നമ്മൾ വെള്ളം ചേർക്കുന്നത്. അപ്പോൾ ഞാനിവിടെ 3 കപ്പ് റൈസ് എടുത്തിട്ടുണ്ട്. അതിന് 4.5 കപ്പ് വെള്ളവും ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് കൂടി ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഞാൻ ഓൾറെഡി ബിരിയാണിയുടെ അരി വെള്ളത്തിൽ സോക്ക് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. അത് വെള്ളം തോരാനായി മാറ്റി വെച്ചിട്ടുണ്ട്. അപ്പോൾ ഈ വെള്ളം നന്നായി ഒന്ന് തിളയ്ക്കുന്ന വരെ നമുക്ക് വെയിറ്റ് ചെയ്യാം. ഇപ്പോൾ വെള്ളമൊക്കെ നന്നായി തിളച്ച് വന്നിട്ടുണ്ട്. ഇതിലേക്ക് നമ്മൾ സോക്ക് ചെയ്ത് വെച്ചിട്ടുള്ള ആ റൈസ് ചേർത്ത് കൊടുക്കാം. ഇനി അരി നന്നായിട്ട് കുക്കായി വരുന്നത് വരെ നമുക്ക് വെയിറ്റ് ചെയ്യാം. അപ്പോൾ നമ്മളുടെ റൈസൊക്കെ ഇവിടെ കുക്കായി വന്നിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് സെറ്റ് ചെയ്യാം. എങ്ങനെയാണ് സെർവ് ചെയ്യുന്നതെന്നുള്ളത് ഞാൻ കാണിച്ചു തരാം. അതിനായിട്ട് ഒരു ബൗൾ എടുത്തിട്ടുണ്ട്. ഇതിലേക്ക് കുറച്ച് കാഷ്യൂനട്ടും കിസ്മിസും ഞാൻ നെയ്യിലൊന്ന് വഴറ്റി വെച്ചിട്ടുണ്ടായിരുന്നു, അതിട്ട് കൊടുക്കാം. അതിൻ്റെ കൂടെ തന്നെ നമ്മൾ നേരത്തെ ഫ്രൈ ചെയ്ത് വെച്ചിട്ടുള്ള ഒനിയൻ ഉണ്ടല്ലോ, ഉള്ളി, അതുകൂടി കുറച്ച് ഇട്ട് കൊടുക്കാം. പിന്നെ മല്ലിയിലയുടെ ഫ്ലേവർ ഇഷ്ടമുള്ളവർക്ക് അതുകൂടി ചേർത്ത് കൊടുക്കാം കേട്ടോ. ഞാനിപ്പോൾ ഇവിടെ മല്ലിയില എടുക്കുന്നില്ല, എനിക്കതിൻ്റെ ഫ്ലേവർ അത്ര ഇഷ്ടമല്ല. അപ്പോൾ മല്ലിയില സാധാരണ ബിരിയാണിയിൽ ചേർക്കാറുണ്ട്. മുകളിൽ നമ്മളിപ്പോൾ കുക്ക് ചെയ്ത് വെച്ചിട്ടുള്ള ആ ഒരു റൈസും കൂടി ഇട്ട് കൊടുക്കാം. എന്നിട്ട് നന്നായി അമുക്കി സെറ്റ് ചെയ്തെടുക്കണം.
അപ്പോൾ ഈ റൈസ് നമ്മൾ സാധാരണ നമ്മൾ ഗീ റൈസ് വെക്കുന്ന പോലെയുള്ളൂ. ഇതിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത് അതിൻ്റെ ആ ഒരു ഗ്രേവി ചിക്കൻ്റെ കറിയാണ്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ നമ്മളുടെ ചോറൊക്കെ സെറ്റായിട്ടുണ്ട്. ഇനി നമുക്കൊരു പാത്രത്തിലേക്ക് മാറ്റാം. അപ്പോൾ ഇതിനോടൊപ്പം സെപ്പറേറ്റ് ആയിട്ടാണ് നമ്മൾ ചിക്കൻ സെർവ് ചെയ്യുന്നത്. അപ്പോൾ എല്ലാവർക്കും ഇന്നത്തെ റെസിപ്പി ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ഇഷ്ടമെങ്കിൽ ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനും ഒക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കരുത്. കൂട്ടത്തിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്ത കൂട്ടുകാരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ മറ്റൊരു നല്ല റെസിപ്പിയുമായി നമുക്ക് വീണ്ടും കാണാം. അതുവരെ താങ്ക് യു, ബൈ. താങ്ക്സ് ഫോർ വാച്ചിങ്.